എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ വാസ്തുവിലേക്ക് സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എല്ലാവർക്കും കലണ്ടർ നോക്കി നാൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കലണ്ടറാണ്. ഈ കലണ്ടറിനകത്ത് നാളെഴുതിയിട്ടുണ്ടാകാം. ഈ നാളാണ് അന്നത്തെ എന്ന് ഈ നോക്കുന്ന ആൾ വിചാരിക്കുന്നു. എന്നാൽ ഈ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന നാൾ എത്രയോ നാഴിക വിനാഴിക വരെ ഉള്ളൂ എന്ന് ഈ നോക്കിയ ആളിന് അറിയില്ല. ഈ നാളിന് ശേഷം ഒരു സംഖ്യ എഴുതിയിട്ടുണ്ടാകാം. ആ സംഖ്യ നോക്കിയാണ് നമ്മളിത് തീരുമാനിക്കുന്നത്. ഈ കുട്ടി ജനിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുട്ടിയുടെ നാള് അതല്ല, അതിൻ്റെ അടുത്ത നാളാണ്. അതിനുവേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. 1982 ഫെബ്രുവരി 19 വൈകുന്നേരം 5 PM ഒരു കുട്ടി ജനിച്ചു. എന്നാൽ ആ ദിവസം കലണ്ടർ നോക്കിയപ്പോൾ മൂലം നക്ഷത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇവരന്ന് വിചാരിച്ചു മൂലം നക്ഷത്രമാണ് ആ കുട്ടിയുടെ. എന്നാൽ ഈ കുട്ടിയുടെ നക്ഷത്രം പൂരാടം 1-ാം പാദമാണ്. കാരണം ഈ മൂലം നക്ഷത്രം കഴിഞ്ഞിട്ടൊരു സംഖ്യയുണ്ട്. ആ സംഖ്യ 10:45 എന്നിട്ടിട്ടുണ്ട്. 10 3/4. അതിൻ്റെ അർത്ഥം 10:45 നാഴികയ്ക്കാണ് ഈ നക്ഷത്രം ഉള്ളത്. കലണ്ടറിൽ എല്ലാ ദിവസവും എത്ര മണിവരെ രാവിലത്തെ നക്ഷത്രമുണ്ട്, ആ നക്ഷത്രം കഴിയുമ്പോൾ ഏത് നക്ഷത്രമാണെന്ന് കൊടുക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ നക്ഷത്രം ഏതാണോ രാവിലെ അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരന്ന് ആ മൂലം നക്ഷത്രം 10:45 നാഴികയെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് നോക്കിയ ആളിനും മനസ്സിലായില്ല. അവരോർത്തത് ഇന്ന് മുഴുവൻ മൂലം നക്ഷത്രമാണ്. പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലായി 10:45 നാഴിക കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത നക്ഷത്രമായ പൂരാടം നക്ഷത്രം തുടങ്ങി. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുകയെന്ന് ഞാൻ പറയാം. അന്ന് എറണാകുളത്ത് 6:47 ഉദയം. 6:47 മുതൽ 10:45 നാഴികയാണ് അന്ന് മൂലം നക്ഷത്രം ഉള്ളത്. അപ്പോൾ 10:45 നാഴിക എന്ന് പറയുമ്പോൾ ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. അപ്പോൾ 10 നാഴിക എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 4 മണിക്കൂർ വരും. 3/4 നാഴിക എന്ന് പറയുന്നത് 18 മിനിറ്റ് വരും. ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. 2.5 വിനാഴികയാണ് 1 മിനിറ്റ്. 24 സെക്കൻഡാണ് 1 വിനാഴിക. ഇതനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. പക്ഷേ ഉദയം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഈ കാൽക്കുലേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഉദയം മുതൽ 4 മണിക്കൂർ 18 മിനിറ്റ് 6:47 ഉദയപ്രകാരം നമ്മൾ കൂട്ടുമ്പോൾ 11:05 വരും. അപ്പോൾ ഈ മൂലം നക്ഷത്രം 11:05 കഴിയും. അടുത്തത് 11:05 മുതൽ പൂരാടം നക്ഷത്രമാണ്. എന്നാൽ ഈ കലണ്ടറിൽ നോക്കിയ ആൾ ഓർത്തിരിക്കുന്നത് മൂലം നക്ഷത്രമാണെന്നാണ്. മൂലം നക്ഷത്രത്തിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യ നോക്കിയാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഈ നക്ഷത്രം എത്ര മണി വരെ ഉണ്ടെന്ന്. അപ്പോൾ ഈ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മൂലം നക്ഷത്രം 11:05 വരെ ഉള്ളെന്ന്. 11:05 മുതൽ പൂരാടം നക്ഷത്രമാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഈ നക്ഷത്രത്തിന് ശേഷമുള്ള സംഖ്യ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. നാഴിക വിനാഴിക നമ്മൾ കൂട്ടണം. അത് കൂട്ടിയെടുത്തതിന് ശേഷമേ നമ്മൾ ഏത് നക്ഷത്രമാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാനീ പറഞ്ഞ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.